ഇന്ന് നമുക്ക് മാത്യു സാമുവൽ എന്ന് പറയുന്ന ക്രിസംഗി ആയിട്ടുള്ള ഈ ഒരു ഊള ചെയ്ത ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഈ ഒരു വീഡിയോ റിപ്പബ്ലിക് ഡേ അന്ന് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇയാളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ചാണകം തിന്നുന്ന ആൾക്കാരുണ്ട്. അവന്മാർ ഇയാൾ പറയുന്ന എന്ത് പൊട്ടത്തരവും പോയത്തരവും കേട്ട് കഴിഞ്ഞാലും വിശ്വസിക്കും. ഇയാൾ ചെയ്ത ഈ ഒരു വീഡിയോയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി 10,000-15,000 മലയാളികൾ ഇസ്രായേലിലോട്ട് ചേരാൻ, അതായത് ഇസ്രായേലി പട്ടാളത്തിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ഒരു മരമണ്ടൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഇയാൾ ചെയ്ത വീഡിയോയിലുള്ള കുറച്ച് ഭാഗങ്ങൾക്ക് മറുപടി എടുക്കാനുണ്ട്. എന്തായാലും ഇയാൾക്കോ വിവരമില്ല, ഇയാളുടെ വീഡിയോ കാണുന്ന ക്രിസംഗികൾക്കും സംഘികൾക്കും വിവരമുണ്ടാവില്ല. അതേപോലെയല്ല നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും അതൊന്ന് ചിന്തിക്കണം എന്തെങ്കിലും ഒന്ന് പറയുമ്പോ കേട്ടോ. ഇയാൾ പറഞ്ഞ പോയത്തരവും മണ്ടത്തരവും ഞാൻ എന്തായാലും കേൾപ്പിച്ചുതരാം. ഇയാൾ പറഞ്ഞ പോയത്തരവും മണ്ടത്തരവും കേൾപ്പിക്കുന്നതിന് മുൻപ് ഞാൻ എന്തിനാണ് ഇയാളുടെ വീഡിയോ കാണുന്നത് എന്നറിയോ? എന്തിനാണെന്നറിയോ? ഇതിനു വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അണ്ണാക്കിൽ ചാണകം കുടുങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സൗണ്ട് ഏകദേശം ഇതേപോലെയാണ്. ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ഇല്ലാ കഥകളൊക്കെ അടിച്ചേൽപ്പിക്കണ്ടേ, അതുകൊണ്ടാണ് ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇയാൾ പറയുന്ന പൊട്ടത്തരവും പോയത്തരവും ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റിയുടെ എക്സ്പെർട്ടൈസ്ഡ് സംഭവം എന്ന് പറയുന്ന ഇസ്രായേലാണ് വളരെ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ഓഫീസറെ എനിക്കറിയാം. അപ്പോ റിപ്പബ്ലിക് ഡേയിന് ഇന്ത്യക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഇസ്രായേൽ ആണെന്നാണ് പറയുന്നത്. ഇതിലും വലിയ പോയത്തരം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ സെക്യൂരിറ്റി കൊടുക്കാൻ ആരും ഇല്ലായിട്ടായിരിക്കും ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ഇന്ത്യക്കാർക്ക് റിപ്പബ്ലിക് ഡേക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും നമുക്ക് സമ്മതിച്ചു കൊടുക്കുക, ഇന്ത്യക്ക് റിപ്പബ്ലിക് ഡേന് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഇസ്രായേലാണ്. അപ്പൊ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ഓഫീസേഴ്സ് വരുമല്ലോ, അതിലൊരു ഓഫീസറിനെ ഇയാൾക്ക് പേഴ്സണലി അറിയാമെന്നാണ് പറയുന്നത്. അതിലൊരു ഓഫീസറെ എനിക്കറിയാം. ഇന്ത്യക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ വരുന്ന ഇസ്രായേലി ജൂതനായിട്ടുള്ള ഓഫീസറിനെ അറിയാമെന്നാണ് പറയുന്നത്. എങ്ങനെ അറിയാമെന്നറിയോ? കുഞ്ഞെന്നോർത്തിട്ടുണ്ടാവും. അതിലൊരു ഓഫീസറെ എനിക്കറിയാം. നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, ഇസ്രായേല് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആയിട്ട് അയക്കുന്ന ആളുകളിൽ ഒരാളെ ഇയാൾക്ക് അറിയാം. കുഞ്ഞെന്നോർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിചയമൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് ഇയാൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. ഇസ്രായേലി ഡിഫൻസിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ ഇത്രയും ആപ്ലിക്കേഷൻ വന്നതിൽ ഏറ്റവും കൂടുതൽ മലയാളികളുടെ. അപ്പൊ ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇസ്രായേലി പട്ടാളത്തിൽ ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നത് മലയാളികളുടെ ഇടയിൽ നിന്നാണെന്നാണ് ഈ മൊണ്ണ പറയുന്നത്. ഇയാളെന്താ പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ വല്ല ബോധമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയ വിവരക്കേട് പറയുന്ന ഒരു മൊണ്ണയെ ഞാനിപ്പോ അടുത്തൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ മലയാളികൾ ആയിട്ടുള്ള ഒരു 10,000-ഓളം പേര് ഇസ്രായേലിന്റെ പട്ടാളത്തിൽ പോയിട്ട് ജൂതന്മാരെ അണ്ടി മൂഞ്ചാൻ നിൽക്കുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നാത്തതിന്റെ കാരണം മലയാളികൾക്ക് അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ ജൂതന്മാരുടെ അണ്ടി മൂഞ്ചാൻ ജൂതന്മാരുടെ പട്ടാളത്തിൽ പോയിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്പിക്കൂടാടാ, ഇവിടെ കുറെ സംഘികളും ക്രിസംഘികളും ഉള്ളത് കൊണ്ട് തന്നെ അവന്മാരുടെ മനസ്സിൽ വർഗീയത കൂടിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മുസ്ലിംസിനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റിയ അവസരമായത് കൊണ്ട് തന്നെ കുറെ മലയാളികൾ ഇസ്രായേലി പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാലും അതിശയിക്കാൻ ഇല്ല. കാരണം ഇവിടെ കുറെ വർഗീയവാദികളുണ്ട്. അവര് ഒരുപക്ഷെ ജൂതന്മാരുടെ അണ്ടി മൂഞ്ചാൻ പോയാലും അതിശയിക്കാനില്ല. പക്ഷെ വിവരമുള്ള മലയാളികളൊന്നും അങ്ങനത്തെ പരിപാടി ചെയ്യില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഈ കേരളത്തിലെ ക്രിസ്ത്യൻസിൽ വലിയൊരു ഭൂരിഭാഗവും, അതായത് 90% ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവരുടെ ഇമോഷണൽ സംഭവമാണ്. കേരളത്തിലെ 90% ക്രിസ്ത്യാനികൾക്കല്ല, കേരളത്തിൽ 10% മാത്രം വരുന്ന തീട്ട ക്രിസംഖികൾക്ക് എന്ന് പറ, അവർക്കായിരിക്കും ഇമോഷണൽ ആയിട്ടുള്ള രാജ്യമായിട്ട് മാറുന്നത് ഇസ്രായേല്. അല്ലാതെ വിവരമുള്ള ക്രിസ്ത്യാനികൾക്കൊന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇമോഷണൽ ഒന്നും ഉണ്ടാവൂല. കാരണം ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാള് ജൂതന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചതിന് ശേഷം പോലും ആ ഒരു കബറിടത്തിൽ കുരിശ് പോലും വെപ്പിക്കാത്ത ആളുകളാണ് ഈ ജൂതന്മാര്. അങ്ങനെയുള്ള ജൂതന്മാരെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ക്രിസംഖികൾ, തീട്ട ക്രിസംഖികൾ അത് വിശ്വസിക്കൂ? ഞങ്ങൾക്കൊരു ഉളുപ്പില്ല. പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രൈസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. എടാ വെറുതെ എന്തെങ്കിലും പറയല്ലടാ കളവാ, നീനക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കറാ. നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മതമാണ് നമ്മുടെ ജൂതമതം. അത് നീ ഇവിടെയുള്ള ക്രിസംഖികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ പറയുന്നതൊക്കെ വെള്ളം കൂട്ടാതെ വീങ്ങിയേക്കാം. പക്ഷെ വിവരമുള്ള ക്രിസ്ത്യാനി മനസ്സിലാക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരാണെങ്കിൽ അവരും ഈ പറഞ്ഞ ഇസ്രായേൽ അവരുടെ ഏറ്റവും അടുത്ത രാജ്യമായിട്ടോടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണ്. എടാ മാത്യു സാമോലെ, പുലയാടി മോനെ എന്ന് ഞാൻ നിന്നെ വിളിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള ബുദ്ധിയുള്ള ക്രിസ്ത്യാനികൾ എന്നെ വിമർശിക്കില്ല. കാരണം എന്താണെന്നറിയോ? നീ പറയുന്നത് പൊട്ടത്തരമാണ്. ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാരുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ബന്ധമുണ്ടെന്നൊക്കെ നിന്നെ പോലുള്ള ക്രിസംഖികൾ ഇങ്ങനെ ഇവിടുന്ന് തുപ്പിക്കൊണ്ടേ നിൽക്കും. അത് നിന്റെ കുഴപ്പമല്ല, നിന്റെ മനസ്സിലുള്ള വർഗീയത, മുസ്ലിം വിരോധം മനസ്സിൽ ഇങ്ങനെ പുകയുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പോലും വർഗീയത കുത്തിക്കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ പോലുള്ള ഊളകൾ ഇതേപോലത്തെ ഒക്കെ പറയുന്നത്.
അപ്പോ എനിക്ക് ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന നാറിയോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഊളത്തരമൊക്കെ നീ തുപ്പിക്കോ, പക്ഷേ നീ തുപ്പുന്നത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സമൂഹവും നിന്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക.